വിശദാംശങ്ങളിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ആറാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. ഡൽഹി അടക്കം 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളാണ് വിധിയെഴുത്ത്. ഈ മണിക്കൂറിലെ വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, പൊതുവെ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത് എന്നാണ് വിവരം. എങ്ങനെയാണ് ആറാം ഘട്ടം വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? വിജി, ആറാം ഘട്ടത്തിൽ 58 മണ്ഡലങ്ങളാണ് ഇന്ന് വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച പോളിംഗ് ഫിജി പറഞ്ഞതുപോലെ തന്നെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. 16.54% പശ്ചിമ ബംഗാളിലെ പോളിംഗ്. ഏറ്റവും കുറവ് ഒഡീഷയിലാണ്. ഒഡീഷയിലെ ഏറ്റവും അവസാനം പുറത്തു വന്ന കണക്ക് പ്രകാരം 7.43% ഒഡീഷയിലെ പോളിംഗ്. സമാന അവസ്ഥ തന്നെയാണ് ദില്ലിയിലുമുള്ളത്. ദില്ലിയിലും പോളിംഗ് കുറവാണ്. ഹരിയാനയിലും പോളിംഗ് കുറവാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനങ്ങളാണ് ഹരിയാന, ദില്ലി, അതോടൊപ്പം തന്നെ ഒഡീഷ അടക്കമുള്ളവ. ഇവിടെ പോളിംഗ് വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ത്രികോണ മത്സരം നടക്കുന്ന പശ്ചിമ ബംഗാളിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 9 മണിവരെയുള്ള ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം 10.82% പോളിംഗ് ഉള്ളത്. പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേരത്തെ വലിയ വിവാദങ്ങളും വലിയ സംഘർഷങ്ങളും ഉണ്ടായ മേഖലയാണ് നന്ദിഗ്രാം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം കൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് ഗംഗോപാധ്യായ ഇന്ന് ഇവിടെ മത്സരിക്കുന്നു, BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ഹരിയാന PCC അധ്യക്ഷ കുമാരി ഷെൽജ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന കനയ്യകുമാറാണ്. മുൻ AISF നേതാവും JNU യൂണിയൻ ചെയർമാനുമായ കനയ്യകുമാർ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. ഇത്തരത്തിൽ പ്രമുഖർ എല്ലാം തന്നെ ജനവിധി തരുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഘട്ടത്തെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും NDAയും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ തവണ ഈ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ NDA മികച്ച വിജയമായിരുന്നു നേടിയത്. ഇത്തവണയും സമാനമായ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയാണ് NDA ക്യാമ്പിനുള്ളതെങ്കിൽ വലിയ മുന്നേറ്റം ഈ മണ്ഡലങ്ങളിൽ നടത്താമെന്ന കണക്കുകൂട്ടലാണ് ഇന്ത്യ മുന്നണിയുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഒഡീഷയിലെ 41 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോൺഗ്രസും ബിജു ജനതാദളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ. കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസ് ഒഡീഷയിൽ അധികാരത്തിന് പുറത്താണ്. ഇത്തവണ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഒഡീഷയിൽ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ബിജു ജനതാദൾ സർക്കാരിനെതിരെയുള്ള ജനവികാരം അല്ലെങ്കിൽ ജനവിരുദ്ധ വികാരം ഇത്തവണ മുതലെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. എന്തായാലും ഏറ്റവും അവസാന കണക്കുകൾ പുറത്തു വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 58 മണ്ഡലങ്ങളിൽ പോളിംഗ് നടക്കുമ്പോൾ പോളിംഗ് മന്ദഗതിയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. രാവിലെ മുതൽ തന്നെ പ്രമുഖരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഡൽഹിയിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കുടുംബത്തോടൊപ്പം എത്തിയാണ് പ്രിയങ്ക വോട്ട് രേഖപ്പെടുത്തിയത്. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ, ഹരിയാന PCC അധ്യക്ഷ കുമാരി ഷെൽജ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ ബൂത്തുകളിലെത്തി. കനത്ത സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളിലെ വോട്ടെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് കാര്യം ബംഗാൾ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ ത്രികോണ മത്സരം നടക്കുന്നു. ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനം ബംഗാളിലില്ല. അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഇടതു മുന്നണിയും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്നു. NDA മത്സരിക്കുന്നു. ഇത്തരത്തിൽ 3 പ്രബല കക്ഷികൾ നേർക്കുനേർ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഈ പശ്ചിമ ബംഗാളിൽ തന്നെ വലിയ സംഘർഷം ഉണ്ടായ മേഖലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കേന്ദ്രസേന അടക്കം വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിജി. ശരി, നിതിൻ പ്രഭാകരൻ റിപ്പോർട്ട് ചെയ്യുന്ന ആറാം ഘട്ട വോട്ടെടുപ്പ് രാജ്യത്ത് പുരോഗമിക്കുകയാണ്. കേരളത്തിലേക്ക് എത്താം. ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയേക്കും. മദ്യനയത്തിലെ കോഴ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം. അതേസമയം ബാർ കോഴ